ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 195-ാം ദിവസം. പ്രാർത്ഥനാ ദാമ്പത്യത്തിൻ്റെ ശക്തി. ഇന്നേ ദിവസം നമ്മൾ യെശയ്യായുടെ പുസ്തകം 7-8 അധ്യായങ്ങൾ, തോബിത്തിൻ്റെ പുസ്തകം 7-8-9 അധ്യായങ്ങൾ, സുഭാഷിതങ്ങളുടെ 10-ാം അധ്യായം 5 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങൾ എന്നിവ വായിക്കുന്നു. ഇസ്രായേൽ രാജാവും സിറിയ രാജാവും ഒരുമിച്ച് യൂദായ്ക്കെതിരെ യുദ്ധത്തിന് വരുന്നതും യെശയ്യാ യൂദാ രാജാവിന് ദൈവത്തിൻ്റെ സന്ദേശം കൈമാറുന്നതും യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. തൻ്റെ ദാമ്പത്യത്തിൻ്റെ ആരംഭ ദിവസത്തിൽ തോബിയാസും സാറായും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥന തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലും പതറിപ്പോകാതെ ദൈവത്തെ മാത്രം ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുന്നവന് മറ്റൊന്നിനെയും മറ്റാരെയും ഭയപ്പെടേണ്ട ആവശ്യം വരികയില്ല എന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. യെശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം. ഇമ്മാനുവേൽ പ്രവചനം. യൂദാ രാജാവായിരുന്ന ഉസ്സിയായുടെ പുത്രനായ യോത്താമിൻ്റെ പുത്രൻ ആഹാസിൻ്റെ കാലത്ത് ആരാമിലെ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കായും ജെറൂസലേമിനെതിരെ യുദ്ധത്തിന് കയറി വന്നു. എന്നാൽ അതിനെതിരെ യുദ്ധം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ആരാം എഫ്രായിമിനോട് സഖ്യം ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ വനത്തിലെ വൃക്ഷങ്ങൾ കാറ്റിൽ ഇളകുന്നത് പോലെ രാജാവിൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും വിറച്ചു. കർത്താവ് യെശയ്യായോട് അരുൾ ചെയ്തു, നീയും പുത്രനായ ഷെയാർ യാഷുവും അലക്കുകാരൻ്റെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികെയുള്ള മേൽക്കുളത്തിലെ നീർച്ചാൽ തീരുന്നിടത്ത് വെച്ച് ആഹാസിനെ കാണാൻ ചെല്ലുക. അവനോട് നീ പറയണം, ശ്രദ്ധയുള്ളവനാകുക, ശാന്തമായിരിക്കുക, ഭയപ്പെടേണ്ട. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 2 തീക്കൊള്ളികൾ നിമിത്തം റസീൻ്റെയും ആരാമിൻ്റെയും റമാലിയായുടെ പുത്രൻ്റെയും ഉഗ്രകോപം നിമിത്തം നിൻ്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ആരാം എഫ്രായിമിനോടൊത്ത് റമാലിയായുടെ പുത്രനോടൊത്ത് നിനക്കെതിരെ ഗൂഢാലോചന നടത്തി ഇപ്രകാരം പറഞ്ഞു, നമുക്ക് യൂദയായിൽ കയറിച്ചെന്ന് അതിനെ ഭയപ്പെടുത്തി നമുക്കായി അതിനെ തകർത്ത് അവളുടെ മധ്യേ തബേലിൻ്റെ പുത്രനെ രാജാവാക്കാം. അതിനാൽ നാഥാനായ കർത്താവ് അരുൾ ചെയ്യുന്നു, അതുണ്ടാവുകയില്ല, അത് സംഭവിക്കുകയില്ല. എന്തെന്നാൽ ആരാമിൻ്റെ ശിരസ് ദമാസ്കസും ദമാസ്കസിൻ്റെ ശിരസ് റസീനുമാണ്. ഇനിയും 65 വർഷത്തിനുള്ളിൽ ഒരു ജനതയെന്ന നിലയിൽ എഫ്രായിം ഛിന്നഭിന്നമാകും. എഫ്രായിമിൻ്റെ ശിരസ് സമറിയായും സമറിയയുടെ ശിരസ് റമാലിയായുടെ പുത്രനുമാണ്. നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ ഉറപ്പിക്കപ്പെടുകയില്ല. കർത്താവ് വീണ്ടും ആഹാസിനോട് ഇപ്രകാരം അരുൾ ചെയ്തു, നിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിനക്കായി ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളത്തോളം താഴ്ന്നതോ ഉന്നതത്തോളം ഉയർന്നതോ ആകാം. എന്നാൽ ആഹാസ് പ്രതിവചിച്ചു, ഞാനത് ആവശ്യപ്പെടുകയില്ല, കർത്താവിനെ പരീക്ഷിക്കുകയുമില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ദാവീദിൻ്റെ ഭവനമേ കേൾക്കുക, മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് നിങ്ങൾക്ക് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തെയും നിങ്ങൾ അസഹ്യപ്പെടുത്തുന്നത്? അതിനാൽ നാഥാൻ തന്നെ നിങ്ങൾക്കൊരടയാളം തരും. ഇതാ, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൾ ഇമ്മാനുവേൽ എന്ന് പേരിടും. തിന്മ ത്യജിക്കാനും നന്മ തിരഞ്ഞെടുക്കാനും തനിക്ക് അറിവുണ്ടാകുന്ന കാലം വരെ അവൻ തൈരും തേനും ഭക്ഷിക്കും. എന്തെന്നാൽ ആ ബാലന് തിന്മ നിരസിക്കാനും നന്മ തിരഞ്ഞെടുക്കാനും
അറിവാകുന്നതിന് മുമ്പ് നീ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും ദേശം പരിത്യക്തമാകും. യൂദായിൽ നിന്ന് എഫ്രായിം വേർപിരിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ, അതായത് അസീറിയ രാജാവിനെ നിൻ്റെയും നിൻ്റെ ജനത്തിൻ്റെയും നിൻ്റെ പിതൃഭവനത്തിൻ്റെയും മേൽ കർത്താവ് വരുത്തും. ആ ദിനത്തിൽ ഈജിപ്തിലെ തോടുകളുടെ പ്രഭവസ്ഥാനത്തുള്ള ഈച്ചയെയും അസീറിയ രാജ്യത്തെ തേനീച്ചയെയും കർത്താവ് ചൂളമടിച്ചു വിളിക്കും. അവയെല്ലാം ചെങ്കുത്തായ മലയിടുക്കുകളിലും പാറയിടുക്കുകളിലും എല്ലാ മുൾച്ചെടികളിലും എല്ലാ മേച്ചിൽപ്പുറങ്ങളിലും വന്നിരിക്കും. അന്ന് നദിയുടെ അക്കരെ നിന്നുള്ള കൂലിക്കാരൻ്റെ ക്ഷൗരക്കത്തി കൊണ്ട് അസീറിയ രാജാവിനെ കൊണ്ട് നാഥാൻ ദേശത്തിൻ്റെ തലയും പാദങ്ങളിലെ രോമവും ക്ഷൗരം ചെയ്യും. അതോടൊപ്പം താടിയും നീക്കം ചെയ്യും. ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും 2 ആടുകളെയും വളർത്തും. പാലിൻ്റെ സമൃദ്ധമായ ഉൽപ്പാദനം മൂലം അവൻ അതൊരു തൈര് ഭക്ഷിക്കും. ദേശമധ്യേ അവശേഷിക്കുന്നവരെല്ലാം നിശ്ചയമായും തൈരും തേനും ഭക്ഷിക്കും. 1000 ഷെക്കൽ വെള്ളി വില വരുന്ന 1000 മുന്തിരിച്ചെടികളുള്ള സ്ഥലങ്ങളിലെല്ലാം അന്ന് മുൾച്ചെടികളും മുള്ളുകളുമായിരിക്കും. ദേശം മുഴുവൻ മുള്ളുകളും മുൾച്ചെടികളുമായതിനാൽ അമ്പും വില്ലുമായി അവർ അവിടേക്ക് വരും. മുള്ളും മുൾച്ചെടിയും ഭയന്ന് തൂമ്പ കൊണ്ട് കിളച്ചിളക്കാവുന്ന കുന്നുകളിലൊന്നും നീ പോവുകയില്ല. അത് കാളക്കൂറ്റൻ്റെ മേച്ചിൽപ്പുറവും ആട് ചവിട്ടിമെതിക്കുന്ന ഇടവുമാകും. ഏശയ്യായുടെ പുസ്തകം 8-ാം അധ്യായം. ഏശയ്യായുടെ പുത്രൻ. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, വലിയൊരു ഫലകമെടുത്ത് സാധാരണ അക്ഷരത്തിൽ മഹേർ ഷലാൽ ഹാഷ് ബാസിൻ എന്ന് അതിൽ ആലേഖനം ചെയ്യുക. പുരോഹിതനായ ഊറിയായെയും എബറക്കിയായുടെ പുത്രനായ സഖറിയായെയും ഞാൻ എനിക്ക് വിശ്വസ്ത സാക്ഷികളായി വച്ചു. ഞാൻ പ്രവാചികയെ സമീപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, അവന് മഹേർ ഷലാൽ ഹാഷ് ബാസ് എന്ന് പേര് വിളിക്കുക. എന്നാൽ ഈ ശിശുവിന് എൻ്റെ അപ്പ, എൻ്റെ അമ്മേ എന്ന് വിളിക്കുവാൻ അറിവാകുന്നതിന് മുമ്പ് ദമാസ്കസിൻ്റെ ധനവും സമറിയയുടെ കൊള്ളസ്വത്തും അസീറിയ രാജാവിൻ്റെ പക്കലേക്ക് സംവഹിക്കപ്പെടും. കർത്താവ് വീണ്ടും എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു, ഈ ജനം പ്രശാന്തമായി ഒഴുകുന്ന ഷീലോഹായുടെ ജലത്തെ നിരസിച്ച് റസീനെയും റമാലിയായുടെ പുത്രനെയും പ്രതി വിറയ്ക്കുന്നതുകൊണ്ട് ഇതാ കർത്താവ് ശക്തവും സമർത്ഥവുമായ ആ നദീജലത്തെ അസീറിയ രാജാവിനെ അവൻ്റെ സർവ്വപ്രതാപത്തോടുകൂടെ അവർക്കെതിരെ കൊണ്ടുവരും. അതിൻ്റെ എല്ലാ തോടുകളിലും അത് പ്രവേശിക്കും, അതിൻ്റെ എല്ലാ തീരങ്ങളിലും വ്യാപിക്കും. അത് യൂദായിൽ കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളമെത്തും. ഇമ്മാനുവേലെ, അതിൻ്റെ ചിറകു വിരിക്കൽ നിൻ്റെ രാജ്യമൊട്ടാകെ മൂടിക്കളയും. ജനങ്ങളെ തകർന്ന് തരിപ്പണമാകുവിൻ. സകല വിദൂരസ്ഥരുമേ ചെവിയോർക്കുവിൻ, അരമുറുക്കുവിൻ, തരിപ്പണമാകുവിൻ. നിങ്ങൾ പദ്ധതിയിട്ടുകൊള്ളുവിൻ, പക്ഷേ അത് തകർക്കപ്പെടും. ഉപദേശം പറഞ്ഞുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. കാരണം ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. പ്രവാചകന് മുന്നറിയിപ്പ്. കർത്താവ് തൻ്റെ കരത്തിൻ്റെ ശക്തിയാൽ എന്നോട് ഇപ്രകാരം അരുൾ ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കാതിരിക്കാൻ എന്നെ പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ ജനം ഗൂഢാലോചന എന്ന് പറയുന്നതിനെ നിങ്ങൾ ഗൂഢാലോചനയെന്ന് കരുതരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. സൈന്യങ്ങളുടെ കർത്താവായവനെ നിങ്ങൾ പരിശുദ്ധനായി ബഹുമാനിക്കുവിൻ. അവനാണ് നിങ്ങളുടെ ഭയം, അവനാണ് നിങ്ങളുടെ ഭീതിയും. ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങൾക്കും അവിടുന്ന് അഭയസ്ഥാനവും ഇടർച്ചയുടെ ശിലയും തട്ടിവീഴുന്ന പാറയുമായിരിക്കും. ജെറുസലേമിൽ വസിക്കുന്നവന് കുടുക്കും കെണിയുമായിരിക്കും. അനേകർ അവയിൽ തട്ടിവീഴുകയും നിലംപതിക്കുകയും തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും. സാക്ഷ്യം ഭദ്രമാക്കുകയും പ്രബോധനം എൻ്റെ ശിഷ്യർക്കിടയിൽ മുദ്രവെച്ച് സൂക്ഷിക്കുകയും ചെയ്യുക. യാക്കോബിൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും അവനിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യും. ഇതാ ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും മൃതസന്ദേശക്കാരോടും ആരായുവിൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ മരിച്ചവരോടാണോ തങ്ങളുടെ ദേവന്മാരോടല്ലേ
പ്രബോധിപ്പിക്കുന്നവർക്ക് വേണ്ടി ജനം ആരായേണ്ടത്. പ്രബോധനത്തെയും സാക്ഷ്യത്തെയും കുറിച്ച് ഈ വചനമനുസരിച്ച് ഒരുവൻ സംസാരിക്കുന്നില്ലെങ്കിൽ അവന് പ്രകാശമില്ലാത്തതാണ് അതിന് കാരണം. അവൻ വിശന്നും വലഞ്ഞും അതിലൂടെ നടക്കും. തനിക്ക് വിശക്കുമ്പോൾ അവൻ കുപിതനാവുകയും തൻ്റെ രാജാവിനെയും ദൈവത്തെയും ശപിക്കുകയും ചെയ്യും. അവൻ മുകളിലേക്ക് തിരിയും. അവൻ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇതാ കഷ്ടതയും അന്ധകാരവും കഠോര ദുഃഖത്തിൻ്റെ ഇരുളും. അന്ധകാരത്തിൽ അവൻ എറിയപ്പെടും. ദുഃഖത്തിൽ ആണ്ടവൾക്ക് നിശ്ചയമായും അന്ധകാരമുണ്ടാവുകയില്ല. ആദ്യകാലങ്ങളിൽ സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കിയതുപോലെ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. 7-ാം അധ്യായം. തോബിയാസിൻ്റെ വിവാഹം. അവർ എക്ബത്താനയിൽ എത്തി റഘുവേലിൻ്റെ ഭവനത്തെ സമീപിച്ചു. സാറ അവരെ വന്നു കാണുകയും അവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. അവർ അവളെയും. അവൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റഘുവേൽ തൻ്റെ ഭാര്യ എദ്നായോട് പറഞ്ഞു, ഈ യുവാവ് എൻ്റെ പിതൃവ്യപുത്രൻ തോബിത്തിനെ പോലെ ഇരിക്കുന്നു. റഘുവേൽ അവരോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്നാണ്? അവർ പറഞ്ഞു, നിനവയിൽ വിപ്രവാസികളായ നഫ്താലി വംശജരാണ് ഞങ്ങൾ. അവൻ അവരോട് ആരാഞ്ഞു, ഞങ്ങളുടെ സഹോദരൻ തോബിത്തിനെ നിങ്ങൾ അറിയുമോ? അവർ പറഞ്ഞു, ഞങ്ങളറിയും. അവൻ അവരോട് ചോദിച്ചു, അവന് സുഖമല്ലേ? അവർ പറഞ്ഞു, അവൻ ജീവിക്കുന്നു, അവൻ സുഖമായിരിക്കുന്നു. തോബിയാസ് പറഞ്ഞു, അവൻ എൻ്റെ പിതാവാണ്. റഘുവേൽ ചാടി എഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്ത് സന്തോഷാശ്രുക്കൾ പൊഴിക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, ശ്രേഷ്ഠനും നല്ലവനുമായ മനുഷ്യൻ്റെ പുത്രൻ തോബിത്തിന് തൻ്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ദുഃഖിക്കുകയും കരയുകയും ചെയ്തു. അവൻ്റെ ഭാര്യ എദ്നായും അവൻ്റെ പുത്രി സാറായും ഒപ്പം കരഞ്ഞു. അവർ അതീവ ഊഷ്മളതയോടെ അവരെ സ്വീകരിച്ചു. ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ കൊന്ന് അവരുടെ മുമ്പിൽ വലിയ വിരുന്നൊരുക്കി. അനന്തരം തോബിയാസ് റഫായേലിനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ് വഴിയിൽ നീ സംസാരിച്ചിരുന്നതിനെക്കുറിച്ച് പറയുക. അങ്ങനെ കാര്യം തീരുമാനിക്കപ്പെടട്ടെ. അയാൾ കാര്യം റഘുവേലിനോട് പങ്കുവച്ചു. റഘുവേൽ തോബിയാസിനോട് പറഞ്ഞു, തിന്നുകയും കുടിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുക. എൻ്റെ കുട്ടിയെ സ്വീകരിക്കുന്നതിന് നീ യോഗ്യനാണ്. എന്നാൽ ഞാൻ നിന്നോട് ഒരു സത്യം സൂചിപ്പിക്കട്ടെ. എൻ്റെ പുത്രിയെ ഞാൻ 7 പുരുഷന്മാർക്ക് വിവാഹം കഴിപ്പിച്ച് നൽകിയതാണ്. എന്നാൽ ഓരോരുത്തരും അവളെ സമീപിച്ച രാത്രിയിൽ തന്നെ മൃതിയടഞ്ഞു. എന്നാലും ഇപ്പോൾ നീ ഉല്ലസിക്കുക. അപ്പോൾ തോബിയാസ് പറഞ്ഞു, ഇക്കാര്യത്തിൽ നിങ്ങൾ തീരുമാനമുണ്ടാക്കുന്നതുവരെ ഞാൻ ഇവിടെ നിന്ന് ഒന്നും ഭക്ഷിക്കുകയില്ല. എനിക്ക് അനുകൂലമായ തീരുമാനം എടുക്കപ്പെടട്ടെ. റഘുവേൽ പറഞ്ഞു, ഇപ്പോൾ തന്നെ വിധിപ്രകാരം അവളെ സ്വീകരിച്ചു കൊള്ളുക. നീ അവളുടെ ബന്ധുവാണ്, അവൾ നിൻ്റേതാണ്. കാരുണ്യവാനായ ദൈവം നിങ്ങൾക്ക് നന്മ വരുത്തും. അവൻ തൻ്റെ പുത്രി സാറായെ വിളിച്ച് അവളുടെ കൈക്ക് പിടിച്ച് തോബിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതാ മോശയുടെ നിയമമനുസരിച്ച് നീ ഇവളെ സ്വീകരിക്കുക. നിൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഇവളെ കൊണ്ടുപോവുക. അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ തൻ്റെ ഭാര്യ എദ്നായെ വിളിച്ച് ഒരു ചുരുളെടുത്ത് ഒരു ഉടമ്പടി എഴുതുകയും അവർ അതിൽ തങ്ങളുടെ മുദ്ര വയ്ക്കുകയും ചെയ്തു. അനന്തരം അവർ ഭക്ഷിക്കാൻ തുടങ്ങി. റഘുവേൽ ഭാര്യ എദ്നായെ വിളിച്ച് അവളോട് പറഞ്ഞു, സഹോദരി, മറ്റൊരു മുറി കൂടി ഒരുക്കി നീ അവളെ അതിലേക്ക് ആനയിക്കുക. അവൾ അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവളെ അങ്ങോട്ട് ആനയിച്ചു. അവളാകട്ടെ കരഞ്ഞു തുടങ്ങി. അവൾ തൻ്റെ പുത്രിയുടെ കണ്ണുനീർ മനസ്സിലാക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു, കുഞ്ഞെ, ധൈര്യമായിരിക്കുക. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിൻ്റെ ഈ ദുഃഖത്തിന് പകരം നിനക്ക് കൃപ നൽകട്ടെ. മകളെ, ധീരയായിരിക്കൂ. തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം. വിവാഹരാത്രി. വിരുന്ന് പൂർത്തിയാക്കിയപ്പോൾ തോബിയാസിനെ അവർ അവളുടെ അടുത്തേക്ക് ആനയിച്ചു. അവൻ പോകുമ്പോൾ അവൻ റഫായേലിൻ്റെ വാക്കുകൾ ഓർത്തു. ധൂപത്തിനുള്ള കനലെടുത്ത് മത്സ്യത്തിൻ്റെ ചങ്കും കരളും അതിന്മേൽ വെച്ച് പുകച്ചു. മണമേറ്റപ്പോൾ ദുർഭൂതം ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. മാലാഹ അവനെ ബന്ധിക്കുകയും ചെയ്തു. അവരിരുവരും മുറിയിൽ തനിച്ചായപ്പോൾ തോബിയാസ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അവളോട് പറഞ്ഞു, സഹോദരി, എഴുന്നേൽക്കൂ. കർത്താവ് നമ്മോട് കരുണ കാണിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി.
ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധവും മഹനീയവുമായ അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അങ്ങ് ആദത്തെ സൃഷ്ടിച്ചു, തുണയും താങ്ങുമായി അവൻ്റെ ഭാര്യ ഹവ്വായെ അങ്ങ് അവന് നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉണ്ടായി. അങ്ങ് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനു വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. ആകയാൽ കർത്താവെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഈ സഹോദരിയെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്താലാണ്. എന്നോട് കരുണയായിരിക്കണമേ. ഇവളോടൊന്നിച്ച് വാർദ്ധക്യത്തിലെത്തുന്നതിന് എനിക്കിടയാകട്ടെ. അവനോടൊപ്പം അവൾ പറഞ്ഞു, ആമേൻ. അവർ ഇരുവരും ഒരുമിച്ച് ആ രാത്രി ഉറങ്ങി. എന്നാൽ റഘുവേൽ എഴുന്നേറ്റ് പോയി. അവനും മരിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ശവക്കുഴി ഉണ്ടാക്കി. എന്നിട്ട് റഘുവേൽ തൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ ഭാര്യ യത്നായോട് പറഞ്ഞു, നീ ദാസികളിൽ ഒരാളെ അയച്ച് അവൻ ജീവിച്ചിരിക്കുന്നുവോ എന്നറിയുക. ഇല്ലെങ്കിൽ ആരുമറിയാതെ നമുക്ക് അവനെ സംസ്കരിക്കാം. ദാസി പോയി കതക് തുറന്നപ്പോൾ ഇരുവരും ഉറങ്ങുന്നത് കണ്ടു. അവൾ പുറത്തു വന്ന് അവരോട് പറഞ്ഞു, അവൻ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ റഘുവേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, നിർമ്മലവും പരിശുദ്ധവുമായ ദൈവസ്തുതികളാലും അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ വിശുദ്ധരും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അങ്ങയുടെ സർവ്വമാലാഹമാരും അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരും അങ്ങയെ എക്കാലത്തേക്കും വാഴ്ത്തട്ടെ. അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് സന്തോഷമേകി. ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല. അങ്ങയുടെ അനന്തകാരുണ്യത്തിന് അനുസൃതമായി അങ്ങ് ഞങ്ങളോട് വർത്തിച്ചു. അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്തെന്നാൽ ഏകസന്താനങ്ങളായ ആ രണ്ടു പേരിലും അങ്ങ് കരുണ വർഷിച്ചിരിക്കുന്നു. നാഥ, അവരോട് കരുണ കാണിക്കണമേ. കാരുണ്യത്തോടും ആഹ്ലാദത്തോടും കൂടെ അവർ തങ്ങളുടെ ജീവിതം സുസ്ഥിതിയിൽ പൂർത്തിയാക്കട്ടെ. അനന്തരം അവൻ ശവക്കുഴി മൂടിക്കളയുവാൻ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. അവൻ അവർക്കായി 14 ദിവസത്തെ വിവാഹവിരുന്ന് നടത്തി. വിവാഹവിരുന്നിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിവാഹവിരുന്നിൻ്റെ 14 ദിവസവും പൂർത്തിയാകാതെ അവൻ പുറത്തു പോകരുതെന്ന് റഘുവേൽ അവനോട് ശബ്ദപൂർവം പറഞ്ഞു. അത് കഴിഞ്ഞ് തൻ്റെ സ്വത്തിൻ്റെ പകുതിയെടുത്ത് സന്തോഷപൂർവ്വം പിതാവിൻ്റെ അടുത്തേക്ക് പോകാമെന്നും തൻ്റെയും ഭാര്യയുടെയും മരണത്തിന് ശേഷം ബാക്കിയുള്ളവയും എടുക്കാമെന്നും പറഞ്ഞു. തോബിത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം. പണം വാങ്ങുന്നു. തോബിയാസ് റഫായേലിനെ വിളിച്ച് അവനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ് നിന്നോടൊപ്പം ഒരു ഭൃത്യനെയും 2 ഒട്ടകങ്ങളെയും കൂട്ടി മേദിയായിലെ റാഗസിൽ ഗബായേലിൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് വേണ്ടി പണം വാങ്ങുക. അവനെയും വിവാഹ വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. എന്തെന്നാൽ ഞാൻ പുറത്തു പോകരുതെന്ന് റഘുവേൽ ശബ്ദപൂർവം പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ പിതാവ് ദിനങ്ങൾ എണ്ണിക്കഴിയുകയാണ്. ഞാൻ ഏറെ താമസിച്ചാൽ അവൻ ഏറെ വേദനിക്കും. റഫായേൽ പോയി ഗബായേലിൻ്റെ പക്കൽ ഒരു രാത്രി ചെലവഴിച്ചു. അവൻ അയാൾക്ക് കൈമാറ്റരേഖ കൊടുത്തു. അയാൾ മുദ്രയോടുകൂടിയ ചെറിയ സഞ്ചികൾ എടുത്തുകൊണ്ടുവന്ന് അവന് കൊടുത്തു. അവർ രണ്ടുപേരും അതിരാവിലെ എഴുന്നേറ്റ് വിവാഹ വിരുന്നിന് പോന്നു. അയാൾ തോബിയാസിനെയും അവൻ്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു. രക്ഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 5 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങൾ. ബുദ്ധിമാനായ മകൻ വേനൽക്കാലത്ത് വിളവെടുക്കുന്നു. കൊയ്ത്തുകാലത്ത് നിദ്രയിലാഴുന്ന മകൻ നാണം കെട്ടവനാണ്. നീതിമാൻ്റെ ശിരസ്സിന് അനുഗ്രഹങ്ങളുണ്ട്, എന്നാൽ അക്രമം ദുഷ്ടരുടെ വായ് മൂടുന്നു. നീതിമാൻ്റെ സ്മരണ അനുഗ്രഹത്തിനുള്ളതാണ്, ദുഷ്ടരുടെ നാമമാകട്ടെ അഴുകിപ്പോകും. ജ്ഞാനമതി കൽപ്പനകൾ സ്വീകരിക്കും, വായാടിയായ വിഡ്ഢി നാശമടയും.